പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രത്യേകിച്ച് സുന്നികൾ ആഘോഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സിംസാറുൽ ഹക്ക് ഹുദൈ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ചില വേളകളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ പ്രഭാഷണങ്ങളിലെ വിഡ്ഢിത്തം, മടയത്തരം അദ്ദേഹം എത്ര നന്നായി വിളമ്പുന്നു. അത് കേൾക്കാൻ തലയിൽ മുണ്ടിട്ടു വന്നിരിക്കുന്ന സഹാബാക്കൾ അതിശയം തരുന്ന കാഴ്ചയാണതൊക്കെ. അദ്ദേഹം പറയുന്നതൊക്കെ യാതൊരു രീതിയിലും കോമൺ സെൻസിന് നിരക്കുന്നതേ അല്ല. എനിക്ക് അതിശയം തോന്നുന്ന കാര്യം, എൻ്റെ അറിവനുസരിച്ച് അദ്ദേഹം വിദേശത്താണ്. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് താൻ ഈ പറയുന്നതിനകത്തുള്ള ലോജിക് ഒന്ന് ചെറുതായി ചിന്തിക്കുന്നില്ല എന്ന് വരുമ്പോൾ, മാത്രമല്ല അത് തൻ്റെ ശ്രോതാക്കൾക്ക് പങ്കിട്ടെടുത്തു കൊടുത്ത് അവരെ കൂടെ വിഡ്ഢിത്തം വിശ്വസിക്കാൻ പാകത്തിൽ പരുവപ്പെടുത്തുന്ന നല്ല റീച്ചുള്ള ഒരു പ്രാസംഗികനാണ് ഇദ്ദേഹം, മുത്തേടം ഖാസിമിയെ പോലെ. അദ്ദേഹം ഈ ഇടയ്ക്കൊരു പ്രഭാഷണത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തിനെതിരെയും ഇസ്ലാമിക പ്രഭാഷകർക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോളുകളും കളിയാക്കലുകളും ഉണ്ടാകും. അത്തരത്തിലാണല്ലോ നിങ്ങളുടെ പറച്ചിൽ. ഒരു കാര്യം കൂടെ പറയാതിരിക്കാനൊക്കില്ല, അദ്ദേഹം ഒന്നും കയ്യിൽ നിന്ന് പറയുന്നതല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നിദാനമായി പറയുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി ഉദ്ധരിച്ചാണ് അദ്ദേഹം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പ്രസക്തമാക്കുന്ന, അദ്ദേഹം അവലംബിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പോരായ്മയും വിഡ്ഢിത്തവുമാണ്. ഈ 21-ാം ആധുനിക നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് തൻ്റെ അനുയായികളോട് അദ്ദേഹം നിർലജ്ജം വിളമ്പി വയ്ക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരവും സാമൂഹ്യ ദ്രോഹപരവും എന്നതിനാൽ ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോളുകളെ അദ്ദേഹം കാണുന്നത്, ഇസ്ലാമിനെതിരെ കാലാകാലങ്ങളിൽ ഇങ്ങനെ കളിയാക്കലും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരിണിതി എന്ന് പറയുന്നത്, അങ്ങനെ വിമർശിക്കുന്നവർക്ക് നരകവും വിമർശിക്കപ്പെടുന്നവർക്ക് ആ കാരണം കൊണ്ട് തന്നെ സ്വർഗവും കിട്ടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അക്കണക്കിന് എൻ്റെ ഈ വിമർശനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലെ സീറ്റ് ഞാൻ ഉറപ്പിക്കുകയാണ്. അതിന് അദ്ദേഹം വിശ്വാസിയാണെങ്കിൽ എനിക്ക് നന്ദി പറയണം. അദ്ദേഹം തൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത്, മരിച്ച ആൾക്ക് തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല, അവർ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുമെന്നാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഈ വിദ്വാൻ തട്ടിവിടുന്നത്. എന്താണ് മരണം? മസ്തിഷ്ക മരണമാണ് മരണം. കണ്ണ്, കാത്, മൂക്ക്, സ്പർശനം, എല്ലാ ഇന്ദ്രിയ ഗോചരങ്ങളെയും പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് മസ്തിഷ്കമെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ, അത് നിർജീവമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും എടുക്കുകയല്ല. ആ ഗേറ്റ് അടഞ്ഞു. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു ഗേറ്റിലൂടെ അടുത്തു നിൽക്കുന്നവൻ പ്രവേശിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു വിഡ്ഢിത്തം ഈ നൂറ്റാണ്ടിൽ വിളമ്പാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ്. അദ്ദേഹം ഇതിനെ അവലംബിക്കുന്നത് സഹീഹുൽ മുസ്ലിമിലെ ഹദീസുകളാണ്. ഒരു ഹദീസ് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല, അദ്ദേഹം നബി ജീവിച്ചിരുന്നപ്പോൾ നബിയെ അങ്ങേയറ്റം എതിർക്കുകയും അദ്ദേഹത്തിന് തല വെട്ടാൻ നടക്കുകയും ചെയ്ത ആളാണ്. പിന്നീടൊരു ഉൾവിളി ഉണ്ടായി. അദ്ദേഹം നബിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച് ഇസ്ലാമിലേക്ക് വന്നു. ഈ കരം പിടിച്ച വേളയിൽ നബിയുടെ കരം അദ്ദേഹം വിട്ടില്ല. അസ്വസ്ഥനായിട്ട് നബി ചോദിച്ചു, എന്തേ അംർ ഇബ്നു ആസ് നിങ്ങൾ എൻ്റെ കൈ വിടാത്തത്?
നബിയെ, എനിക്ക് ഉറപ്പ് കിട്ടണം, അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം, എങ്കിലേ ഞാൻ താങ്കളുടെ കൈ വിടുള്ളൂ. ഞാൻ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും എനിക്ക് അള്ളാഹു മാപ്പ് തന്നു എന്നുള്ള ഉറപ്പ് അള്ളാഹുവിൽ നിന്ന് കിട്ടാതെ ഞാൻ താങ്കളുടെ കൈ വിടില്ല. പിടിച്ചിരിക്കുന്ന കൈ മുഹമ്മദിൻ്റെയാണ്. ഉറപ്പ് വേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ആര് എങ്ങനെ ഉറപ്പ് നൽകും? അപ്പം മുഹമ്മദ് അള്ളാഹുവാണോ? ഏകദേശ രൂപേണ, അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള തോന്നൽ, അതായത് ദൈവവുമായി ഹോട്ട്ലൈൻ ബന്ധമുള്ള ഒരാൾ, അല്ലെങ്കിൽ ദൈവം മുഹമ്മദാണ് എന്നൊരു ധാരണ അംർ ഇബ്നു ആസ് വെച്ചു പുലർത്തിയെങ്കിൽ നബി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഒരാൾ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ചെയ്തു കഴിഞ്ഞാൽ അതുവരെ അവൻ ചെയ്ത എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടും. എങ്ങനെയുണ്ട്? കൊലപാതകം, പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, എന്തു ചെയ്താലും ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അതിനു മുമ്പ് ചെയ്തതൊക്കെ പൊറുക്കപ്പെടും. ഇസ്ലാം ആയിട്ടോ ഇതൊക്കെ ചെയ്തു എങ്കിൽ ഹജ്ജിന് പോയാൽ മതി, പാപമോചനം കിട്ടും. എത്ര എളുപ്പത്തിലാണ്! ഇസ്ലാമിസ്റ്റുകളൊക്കെ വാതോരാതെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരാളെ കൊന്നാൽ അയാളെ തൂക്കിക്കൊല്ലും, അയാൾ 7 പേരെ കൊന്നാലോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം തൂക്കാനാവും? അതിന് മഹ്ശറയിൽ അള്ളാഹു. അപ്പം നീതിമാനാണ്. നീതിയുക്തമായി നടപ്പിലാക്കാൻ കഴിവുറ്റ ഒരു ദൈവം ഞങ്ങളുടെ പക്കലുണ്ട്. ആ ദൈവമാണ് പറയുന്നത്, ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് പറയുന്നത്, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പാപവും ഞങ്ങളങ്ങ് പുറത്തു തരും. പോരെ? ആനന്ദലബ്ധിക്ക് ഇതിൽ പരം എന്താണ് വേണ്ടത് എന്നാണ്. അംർ ഇബ്നു ആസ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യം, കണ്ണു നിറയാതെ ഞങ്ങൾക്ക് നബിയെ കാണാൻ സാധിച്ചിരുന്നില്ല. അതായത് സഹാബാക്കളൊക്കെ നബിയെ കാണുമ്പോൾ കരയും എന്നുള്ളതാണ്. ഇതൊരു മാനസിക രോഗമാണ്. ഒരാളെ നിരന്തരമായി കൊണ്ടുകൊണ്ടിരിക്കുന്ന ആൾ അയാളെ നോക്കി കരയുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സാധ്യമുള്ള കാര്യമാണ്. സാധിക്കുന്ന ആളുടെ മനോനില. ഈ സഹാബാക്കൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നക്ഷത്ര തുല്യരാണ്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് നബിയോടൊപ്പം ജീവിച്ച ആളുകളും സെക്കൻഡ് സ്റ്റാൻസ് വരുന്നത് അവരോടൊപ്പം ജീവിച്ച ആളുകൾ. അത്രത്തോളം പോരിശയും മഹിമയുമുള്ള നക്ഷത്ര തുല്യർ ഇവരാണ് ഈ മാനസിക നില പേർന്നതെങ്കിൽ, ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ ഒന്ന് വിശകലനം ചെയ്യുന്ന ഒരു വിമർശകന് ട്രോള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന് വടിയാകില്ലേ എന്നുള്ളൊരു ആലോചന സിംസാറൽ ഹക്ക് ഹുദവിക്ക്, ഇതാരെങ്കിലും കാണുന്ന ആൾ അദ്ദേഹത്തിനൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ടേ. അംർ ഇബ്നു ആസ് പറഞ്ഞ ഒരു കാര്യം, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മകനെ വിളിച്ചു കരഞ്ഞു. അപ്പം മകൻ ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയല്ലേ, നബി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ വാപ്പ? അല്ല, എനിക്ക് അധികാരം കിട്ടി, ഞാൻ അധികാര കസേരയിൽ ഇരിക്കുകയായിരുന്നു, അധികാരം കിട്ടിയാൽ ഞാൻ പാപം ചെയ്തിരിക്കാം, അതുകൊണ്ട് ഞാൻ കരയുന്നു. അപ്പം അവിടെയും ഒരു ചോദ്യം വരും വിമർശനത്തിന് വേണ്ടിയിട്ട്. അധികാരം കിട്ടിയാൽ താൻ പാപം ചെയ്യുമെന്ന് തോന്നലുണ്ടെങ്കിൽ അധികാരത്തിൽ കയറാതിരിക്കാനുള്ള ബുദ്ധി എന്തുകൊണ്ട് മഹാന്മാരിൽ മഹോന്നതനായ അംർ ഇബ്നു ആസ് കാണിച്ചില്ല എന്ന് ഉത്തരം പറയാൻ കിതാബുകളും സിംസാറിൽ ഹക്ക് ഉദവിയും ബാധ്യസ്ഥരാണെങ്കിൽ, അംർ ഇബ്നു ആസ് പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ മരിച്ചതിന് ശേഷം പണ്ട് കബറടക്കാൻ പോകുമ്പോഴൊക്കെ വളരെ പ്രാകൃതമായ അവസ്ഥയാണ്, വെളിച്ചമില്ലാത്തത് കൊണ്ട് രാത്രിയിലാണ് കബറടക്കമെങ്കിൽ ദീപം കൊണ്ടുപോകും, കത്തിച്ച. അദ്ദേഹം പറഞ്ഞു, എന്നോടൊപ്പം നിങ്ങൾ ദീപം കൊണ്ടുവരരുത്, കാരണം ഇതൊരു നരകത്തിൻ്റെ സൂചനയാണ്. വിശ്വാസത്തിൻ്റെ രൂഢമൂലത നോക്കൂ. അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുമ്പോൾ ചാഞ്ചല്യമാണ് അതിൻ്റെ മുഖമുദ്ര.
നരകത്തെക്കുറിച്ചുള്ള പേടി, സ്വർഗം ഉറപ്പാക്കിയിട്ട് പോലും അവിടെയാണ് സിംസാറുൽ ഹക്ക് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. സഹാബാക്കളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് തീപ്പന്തം കൂടെ വരികയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് താൻ നരകത്തിലേക്കാണെന്ന് തോന്നുമെന്ന് വ്യംഗ്യം. ഇനി മറ്റൊന്ന് പറഞ്ഞു, നിങ്ങൾ കബറടക്കിയിട്ട് പൊക്കരുത് കേട്ടോ. ഒരു ഒട്ടകത്തെ അറുത്ത് ആ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കണം. കാരണം എനിക്ക് പേടിയാണ്. മുങ്കർ നക്കീർ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നവരെ കണ്ട് പേടിക്കുമെന്ന് അംർ ബിൻ ആസ് വിശ്വസിച്ചിരുന്നുവെങ്കിൽ സഹാബാക്കളുടെ വിശ്വാസം, അറിവ്, പ്രായോഗിക ബുദ്ധി, അതെടുത്തെഴുതിയ ആളിൻ്റെ ജ്ഞാനം, അത് വിളമ്പുന്നതിൻ്റെ വിവരക്കേട്, അത് കേട്ട് അർമാദിക്കുന്ന ആളുകളുടെ ദയനീയ അവസ്ഥ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തെ. ഉമർ ബിൻ ഫറൂഖ്, നമ്മുടെ വളരെ പ്രകീർത്തിക്കപ്പെടുന്ന ഉമർ രണ്ടാമത്തെ ഖലീഫ, അദ്ദേഹം നബിയുടെ മരുമോനെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ശരിക്കും ഞാനിവിടെ പറയുന്നില്ല, ഓർമ്മ കുറവുള്ളതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഉമർ ഫാറൂഖ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഫറൂഖ്. ഉമർ ഫറൂഖ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ പിന്തുടരണം, മുൻഗാമികളെ പിന്തുടരണം. എത്ര അധംപതിച്ച പുരോഗമന ചിന്തയ്ക്കെതിരെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. മുൻഗാമിയെ പിന്തുടർന്നു എങ്കിൽ നമ്മളിന്ന് കാട്ടിൽ വേട്ടക്കാരായി ജീവിക്കേണ്ടി വന്നേനെ. മനുഷ്യൻ ചിന്തിച്ചു, മുൻ തലമുറയെ കടത്തി വെട്ടി. പുരോഗമനം, വിപ്ലവം അങ്ങനെയൊക്കെ ഉണ്ടായത് പുതിയ തലമുറ പഴയ തലമുറയിൽ നിന്ന് ആർജവും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പിൻപറ്റാതിരിക്കുന്നതിനാലാണ്. വിപ്ലവം അങ്ങനെയല്ലേ ഉണ്ടായത്? ഇവിടെ മഹാ ഉദ്ബോധകനായ നബിയുടെ സഹാബാക്കളായ ഉമറിൻ്റെ മകൻ പറയുന്നത്, നിങ്ങൾ മുൻഗാമികളെ, ഞാൻ നീട്ടുന്നു, ഇനി നമുക്ക് മറ്റൊരവസരത്തിൽ ഒരു കഥ കൂടെ പറഞ്ഞു. അതായത് ഒരു ഉമ്മ തൻ്റെ മകനോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ നീ എനിക്ക് കലിമ ചൊല്ലിത്തരണം. മരിച്ചതിന് ശേഷം, മരിക്കുമ്പോഴല്ല, ഇപ്പോൾ ഒരു ഡോക്ടർ മരിക്കുന്ന ആൾക്ക് കലിമ ചൊല്ലിക്കൊടുത്തു. വളരെ കോവിഡ് വന്ന് മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഈ ഡോക്ടറെ ഒരു ട്രെയിനിങ് ട്യൂട്ടറായിട്ട് നിയമിച്ച് സർവ്വ ഡോക്ടർമാർക്കും പരിശീലനം കൊടുക്കുന്നത്, മരിക്കുന്ന എല്ലാവർക്കും, മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും, കോവിഡ് മരിക്കുകയാണെങ്കിൽ ഓടിയെത്തി കലിമ ചൊല്ലിക്കൊടുക്കണം. സ്വർഗം, ഇവിടെ നരകമല്ലേ, അവിടെ പോയിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമല്ലോ. അത് സ്വർഗം കിട്ടാനുള്ള വഴിയാണ് കലിമയെങ്കിൽ ഇത്തരം ഡോക്ടർമാർ സമൂഹ നന്മയ്ക്ക് അവരെ പോലുള്ള മാതൃകകളെ വാർത്തിയെടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ദയവ് ചെയ്ത് പിണറായി ഇതൊന്നും മറന്നു പോകരുത് എന്നൊരു അപേക്ഷ കൂടെ ഇതിലൂടെ ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. അപ്പം മരിച്ചതിന് ശേഷം ഖബറിൻ്റെ അടുത്ത് വന്നാൽ കലിമ ചൊല്ലിയാണ്. അപ്പം മരിച്ചാൽ കേൾക്കും. പിന്നെ അമർ ബിൻ ആസിനെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ ഇങ്ങോട്ടാർക്കും വിശ്വസിക്കാമല്ലോ. അപ്പം ഇവർ മരിച്ചു. മകൻ ചെന്ന് മരണശേഷം ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിക്കൊടുത്തു. ജീവിച്ചിരിക്കുമ്പോൾ അറിയാം, മരിച്ചാലും കേൾക്കണം. അത് കേട്ടാലുള്ള ശ്രേഷ്ഠത നിസ്സാരവും നിസ്സംശയവുമാണ്. അതുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നു. ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ ഉമ്മ വന്നു, മോനെ, നീ പറഞ്ഞു തന്നത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. അതായത് സ്വപ്നം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമെന്ന് കണക്കാക്കാൻ പാകത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് വലിയ വായിൽ നല്ല ഭാഷയിൽ മധുരത്തോടുകൂടി വിളമ്പുന്ന സിംസാറിൽ ഹക്ക് ഉദവിമാർ ആ സമൂഹത്തിൻ്റെ ദ്രോഹമെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്താനാകുമോ? അതാണ് ഈ സമൂഹത്തിൻ്റെ ശാപം. മുൻ തലമുറയെ പിൻപറ്റാൻ വേണ്ടി അവർ എഴുതി വെച്ച വിഡ്ഢിത്തങ്ങളെ അതേപോലെ കലക്കി കുടിച്ച് ഛർദ്ദിച്ചു വയ്ക്കുന്ന ഉസ്താദന്മാരെ എടുത്തു വിഴുങ്ങുന്ന അനുയായികൾ ഉള്ളിടത്തോളം കാലം ഈ മതം ഇങ്ങനെ നിലനിൽക്കും. പക്ഷേ
സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞതുപോലെ ട്രോളർമാർ ഉണ്ടാകും. ട്രോളിലാണ് ഏക ആശ്വാസം. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.